ഒന്ന് കഴിയട്ടെ, ചെയ്യുന്നത് കാണുന്നില്ലേ നിങ്ങൾ? എന്താടാ നോക്കുന്നത് ഇങ്ങനെ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ കൂളിംഗ് ഗ്ലാസ് വെച്ചെന്റെ പുറകിൽ വന്ന് നിൽക്കുന്നില്ല? എടേ എന്തെങ്കിലും പണിയെടുക്കറ ഇങ്ങനത്തെ കാലമായി വന്നിട്ട് വിടാ മനുഷ്യനെ കൂടി പെരാൻ തെറിപ്പിക്കായിരുന്നു. അത് നീ തിരിച്ചല്ലേ നേരത്തെ ടൈറ്റ് ചെയ്തല്ലേ? പിന്നെ എന്തിനാ ടൈറ്റ് ചെയ്യുന്നത്? പ്ലസ് ടുനോ പാസ്സായിക്കില്ല, ഇവിടെ വന്നിട്ട് ഇതും പണിയും മര്യാദക്ക് പഠിക്കാണ്ടായിരുന്നു. എടാ ഇനി പോയിട്ടില്ല, എനിക്ക് പോയിട്ട് ബെൽറ്റ് ചെയ്യണോ? എന്തൊരു നോട്ടാ മനെ നോക്കുന്നത്? ഇനി രാവിലെ തന്നെ കടത്തേക്ക് പോയി. സുധി എന്റെ വണ്ടി ഒന്ന് നോക്കടാ, നോക്കിട്ട് പറ. ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഒരുപാട്. ഇത് നിങ്ങള് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ ഒന്ന് ഡൗൺ ആയിട്ട് പിന്നെയും പോകുന്നല്ലേ പറഞ്ഞത്? അല്ലടാ, നമ്മളിങ്ങനെ സ്പീഡിൽ പോകൂലേ, സ്പീഡിൽ പോകുമ്പോ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്തെ ഒരു പിക്കപ്പ് കിട്ടണില്ല. ഈ ഉയരമൊക്കെ കേറുമ്പോ വണ്ടി വലിയണില്ല, ഇങ്ങനെ മുരങ്ങി നിൽക്കുന്നു. എണ്ണ കൃത്യമായിട്ട് അടിക്കണം. ഞാൻ പറഞ്ഞു ഈ റെഡിന് താഴെ എണ്ണ വരാൻ പാടില്ല, അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം, മനസ്സിലായോ? അതിന് മേലെ കയറ്റി അടിക്കണം എപ്പോഴും. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത് എണ്ണ കറക്റ്റ് ഈ റെഡ് സൂചിയുടെ വരരുന്നല്ലേ, അത് ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്, ഓടിക്കുമ്പോ ഒരു ഇളകിയ പോലത്തെ ഒരു സൗണ്ട്. അതെല്ലാം നേരത്തെ പറഞ്ഞല്ലേ. ഒരു 2000 രൂപയുടെ അടുത്ത് വരും ഈ സാധനങ്ങളൊക്കെ മാറ്റണമെങ്കിൽ. 2000 രൂപയെ? എന്ത് പിന്നെ എന്ത് ഇത് എപ്പോഴും ഇവിടെ തന്നെയല്ലേ കൊണ്ടുവന്ന് സർവീസ് ചെയ്യണ? നിങ്ങൾക്ക് മര്യാദക്ക് ചെയ്യണ്ടേ? നിങ്ങളിപ്പോ ഞാൻ ചെറിയ പൈസ മാറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവസാനം ബില്ല് തരുമ്പോൾ വലിയ പൈസ ആയല്ലോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? തുടക്കത്തിലേ പറഞ്ഞ 2000 രൂപയുടെ അടുത്താവും. വണ്ടി നല്ല കണ്ടീഷൻ ആയി തരും, പുതിയ വണ്ടിയല്ലേ. അല്ലാന്ന് ഇതിപ്പോ എന്തെങ്കിലും ചെറിയൊരു പൈസക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ലേ? ചെറിയ പൈസക്കൊന്നും ആവുമല്ല വ്യാരിയായിട്ട് നിങ്ങൾ ഇടങ്ങാറാക്കില്ലേക്ക്. എന്താ സുധി, ഈ 2000 രൂപ തരണേനല്ല, ഞാനേ ചെറിയൊരു ടൈറ്റിലാണ്. അളിയനോട് ഒരു 10-15,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. അപ്പൊ അത് തിരിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞ്. ഇപ്പൊ ഒരു 10 രൂപ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് 2000 രൂപ എടുത്തിട്ട് വണ്ടി നന്നാക്കിയ അത് 8 കുറയും. കൊടുക്കാൻ പറ്റില്ല. ആദ്യം അത് കൊടുക്കുക, എന്നിട്ട് വാ വണ്ടിയും കൊണ്ട്. ഞാനേ പൈസയൊക്കെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ചെയ്യുമ്പോ തൽക്കാലം ഒന്ന് എനിക്ക് ആ മിസ്സിംഗ് ഒന്ന് മാറ്റി തരുമോ? മിസ്സിങ് മാറ്റണേ, ആ സാധനം മാറ്റണ്ടേ? ഞാൻ പറഞ്ഞേ മാറ്റണ്ടേ, അല്ലാണ്ട് എങ്ങനെയാ മിസ്സിങ് മാറുക? എടാ ഇനി അങ്ങോട്ടെങ്ങാൻ പോടി, ഇനി ഇടങ്ങാറാക്കല്ല. ഞാൻ പൈസ ഒപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. പൈസ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് വണ്ടി നന്നാക്കി കിടന്നാലേ അയാള് വീട്ടിൽ നിന്ന് പോകൂല. അളിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ എന്നാ? ഓക്കെ, മെല്ലെ കൊണ്ടുവിടാ. അതിന് തട്ടിയിട്ട് ഇപ്പൊ അതിന്റെ പൈസ ഞാൻ കൊടുക്കാനാവില്ല. എടാ ഇങ്ങോട്ട് കയറ്റിട്ടേക്ക്, ഇങ്ങോട്ട് എടുത്തു വെക്ക്. ഇവിടെ നോക്കണ്ടേ? എടാ ഇനി ഇങ്ങോട്ടാ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. നന്നാക്കണ്ടേ? നന്നാക്കാലോ. ചേട്ടായി അതെ, നമുക്ക് പിന്നെ ഞാൻ കൊണ്ടുവരാം. ആയിക്കോട്ടെ, അത് അളിയനൊന്നും ഒഴിവാക്കട്ടെ. 2 വണ്ടി എല്ലാം ഒഴിവാക്കിട്ടോ. ടൈറ്റ് ആണ്. ആയിക്കോട്ടെ, അത് നന്നാക്കുവാനല്ല, ഇത് സ്പെയിനർ പഠിക്കും. ഇത് 14-16 16-17 ഇതൊക്കെ പഠിക്കുള്ളൂ. 2 ആഴ്ചയായിട്ട് ഇതല്ലേ ക്ലാസ്? ഇവിടെ ഇനി അതൊന്നും തിരിക്കണ്ട, ഇനി അവിടെ ഇരിക്ക്. ഓരോന്ന് നോക്കി പഠിക്കും. എന്തൊരു നിത്താമന ഇനി നിക്കുന്നത്? കുളിച്ച് കുരും കിട്ടി. എന്തിനാ ഇനി വന്ന് ഇവിടെ? പണി പഠിക്കണല്ലേ? ഓർഡർ അങ്ങോട്ടങ്ങ എന്റെ മുമ്പിന്ന്. നീ ഇവിടെ അവിടെ ഇരിക്കും, ഇനി ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരിക്കും. അത് ടയർ തീർത്ത് തുടച്ചാ പൊടിയല്ലോ. എന്താ പറയാണ്ട്? ഇപ്പൊ എന്താ പച്ച ജീനോടെ? ഇതേ ആകെ പൊടി പിടിച്ചിട്ടാവുന്ന നേരാക്കി എടുക്കാൻ വേണ്ടി. ചുമ ഇപ്പൊ മാറിയിട്ടല്ലേ ഉള്ളൂ, ഇനി ഇതിന്റെ പൊടി തട്ടിയിട്ട് വീണ്ടും ചുമ വരാനാ? അല്ല, ഞാൻ അങ്ങനെ ചെയ്യണൊന്നുമില്ല. എവിടെ? അവിടെ എന്തോ ഇനി പുറത്ത് പോയാണാവോ? അപ്പൊ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച പോരെ? ഞാൻ ഇത് ചുരുങ്ങിയത് ഒരു 3 മാസമായി ഉണ്ടാവും ഇത് പറയണു. ഒന്ന് എടുത്തൊന്ന് വൃത്തിയാക്കി. ഈ ശ്വാസം മുട്ടിന്റെ ഇതുള്ള കാരണം ഈ പൊടി ഇങ്ങനെ പറന്ന് വരണ്ടല്ലോ വെച്ചിട്ട്. ഈ പൊടി ശ്വാസം മുട്ടൊക്കെ പൊള്ളണവരാണ് ഈ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക. വെറുതെ അല്ല നിങ്ങളുടെ മകള് പറയണ നിങ്ങളോട് അവിടെ വന്ന് നിൽക്കാൻ. അപ്പൊ നിങ്ങൾ പറയും മോൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അവൻ ഇവിടെ ഒറ്റക്കല്ലേ. അത് ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോ ഇതിന്റെ മുകളിലാകുമ്പോ പറക്കാണ്ടേ ഇതിങ്ങനെ മെല്ലെ മെല്ലെ തുടച്ചെടുത്ത പൊടിയൊന്നും ആവില്ല. ഇതിപ്പോ ഈ ഫാൻ ഇടുമ്പോഴാണ് പൊടി വരുന്നതേ.
അല്ലെങ്കിൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഈ പ്യാരിപ്പോ എവിടേക്കാ പോയിന്ന് പറഞ്ഞ? അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തു പോയാണോ അവൻ? ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടയിൽ അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ വരവും പോക്കൊക്കെ ഇപ്പൊ അച്ഛനോട് ചോദിക്കേണ്ടതാണ്. അതിപ്പോ എവിടെ ചോദിക്കാ? നിങ്ങളുടെ മോളവിടെ മോറുത്തിക്കൊണ്ടിരിക്കുക വിഷമിച്ചിട്ട്. എന്തേ? നിന്റെ ഉണ്ടായിട്ടൊന്നല്ല, ചാച്ചൻ അറിയാല. അടുത്ത മാസം കൂടി തരാന്നും പറഞ്ഞിട്ടാണ് 15,000 ഉറുപ്പ്യ വെച്ച്. ഞാൻ ഇല്ല പറഞ്ഞതാ. നിങ്ങളുടെ മകള് നിർബന്ധിച്ചിട്ടാണ് ഞാൻ മോനെ 15,000 ഉറുപ്പ്യ കൊടുത്തത്. ഇപ്പൊ 10 മാസം കഴിഞ്ഞു. ഇവന് എന്തിനു മാത്രം ചെലവെന്താ? എന്താപ്പ സൂത, ഞാൻ എന്തെന്നാ ഇപ്പൊ ഇതിനൊക്കെ മറുപടി പറയാ? ഞാനിപ്പോ എനിക്ക് എന്റെ സ്ഥിതി അറിയാം, ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ എനിക്കും അറിയാം. അപ്പൊ ഞാൻ ഇപ്പൊ അതൊന്നും ഞാൻ അവനോട് പറയലുണ്ട്. ഇപ്പൊ പറഞ്ഞൊക്കെ ഒരുവിധം ഒക്കെ സംസാരിച്ചപ്പോ ഒരു 1.5 കൂടി ഇങ്ങനെ കുറേശ്ശെ പൈസ നീക്കി വെക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. കുറച്ച് പൈസ ഇപ്പൊ ഉണ്ടാവിന്റെ കയ്യിൽ. അത് എന്തായാലും ഇപ്പൊ നിനക്ക് തരണം ഞാൻ പറഞ്ഞു. ആര് അവൻ നീക്കി വെക്കണ്ട? ഉണ്ട് ഉണ്ട് പ്യാരിയോ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്ക. ഞാനിനി ഇരിക്കണമെന്നില്ല. ഞാനിപ്പോ ഇതുവരെ വന്ന സ്ഥിതിക്ക് അവനെ കണ്ടാ കാശ് കിട്ടിയൊരു ഗുണത്തിൽപ്പെട്ടവനാ. നീ എപ്പോഴാ നീ പുറത്തേക്ക് പോയേ? ഞാൻ ഈ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ ആളെയും വിളിച്ചെടുക്കാത്ത ആളിയെ വിളിച്ച് കണ്ടില്ല. വിളിച്ചെടുക്കില്ല അല്ലെ? ഇല്ല, ഞാൻ കണ്ടില്ല. അയ്യോ, ഫോൺ സൈലന്റിലായി കാണില്ല. അല്ലെങ്കിൽ ഇപ്പൊ സമയമൊക്കെ കഴിഞ്ഞില്ലേ, പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി വിളിച്ചാ കാണില്ല. എത്ര 1 മാസത്തിന്റെ ഉള്ളിൽ തരാ പറഞ്ഞല്ലേ? അല്ലല്ലേ, ഞാനേ പൈസ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 10 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ഒന്നിച്ച് 15 അങ്ങോട്ട് തരാന്ന് ഞാൻ പറഞ്ഞില്ല അച്ഛൻ. നീ പറയൊക്കെ ചെയ്താ കൊടുക്കാതെ 10 രൂപ ഞാൻ എടുത്തു തരാം. 5 രൂപ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നാ പോരെ? എത്ര ഉണ്ട്? 10,000 രൂപ. 10,000. ആ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് കൊണ്ടക്കോ. അതെ, അച്ഛനെ മറ്റേ സ്വഭാവം അറിയാഞ്ഞിട്ടാ. 10,000 ഇപ്പൊ തന്നിട്ട് ബാക്കി 5 അല്ലേ, അത് എഴുതി തള്ളാനാണേ. അങ്ങനെ വേണ്ട, 15 ഒരുമിച്ച് തന്നാ. അല്ല, അങ്ങനെ പറയല്ലേ അച്ഛാ. ഞാനേ ഇപ്പൊ എന്റെ വണ്ടി ചീത്തായിട്ട് വർക്ക്ഷോപ്പിൽ കാണിച്ചു. അപ്പൊ സ്തുതി പറഞ്ഞു 2,000 രൂപ ഉണ്ടെങ്കിൽ അത് നന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട, അളിയന് പൈസ കൊടുക്കാനുള്ള 10 രൂപ എന്റെ അടുത്തുള്ളൂ എന്നിട്ട് ഞാനത് നന്നാക്കാതെ വരെ പോന്നതാണ്. അതിന് അങ്ങനെ പറയല്ലേ? അങ്ങനെ ഇപ്പൊ 10 ആ, അങ്ങനെ 10 ആക്കിയതല്ല, ഒരു 5 കൂടി ഒപ്പിച്ചിട്ട് 15 ഒന്നിച്ച് തരാം. ഒരാഴ്ച ഞാൻ സമയം തരാം. ഒരാഴ്ചയുള്ള 15 തന്നാൽ മതി. കാരണം എന്താ പറയാ, എനിക്ക് 15 ഒരുമിച്ച് കിട്ടിയാലേ കാര്യത്തിൽ പോകും. അങ്ങനെയാണ്. 10 രൂപ എന്റെ അടുത്ത് ഇരിപ്പുണ്ട് കളിയാ. 15 ആയിട്ട് തന്നാൽ മതി. ഒരാഴ്ചയുള്ള നീ 15 ഉറുപ്പ്യ. അപ്പൊ ഞാൻ വരാം. അതാണ്ട് മേടിച്ചാ മതിയായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാ? സർ, ഇത് ദേവു സർവീസ് സെന്റർ പൂച്ചമാന്തിക്കരയെന്നാണേ. ആ ഹാ, പറയൂ. എന്റെ പേര് മണ്ടോദരി. സർ, സാറിന്റെ ഒരു വണ്ടി എടുത്തിരുന്നില്ലേ? അതെ അതെ. സാറിന്റെ വണ്ടിയുടെ സർവീസ് ടൈം ആയിട്ടുണ്ടല്ലോ. എന്നെ അറിയോ? സർ അറിയാലോ. ആണോ? സർവീസ് ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് നമ്മുടെ അടുത്തൊരു വർക്ക്ഷോപ്പില് ഇത്. അയ്യോ സർ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേവൂസിലേക്ക് വന്നാ മതി. ഇവിടെ എല്ലാ സർവീസും ഞങ്ങൾ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തു തരും. ആണോ? പേരെന്താണ്? മണ്ടോദരി. സർ, മണ്ടുന്ന് വിളിച്ചോളൂ. മണ്ടു കല്യാണം കഴിച്ചാണോ? ഇല്ല സർ. എന്തേ? ഇല്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ലേ. സാറിന്റെ പേര് ഭയങ്കര വെറൈറ്റി പേരാണല്ലോ. ഞാൻ ആദ്യമായിട്ടാ കേക്കണേ, പ്യാരിജാതൻ. ആ, അതെല്ലാവരും അങ്ങനെ പറയാറുണ്ട്. അച്ഛനൊരു ഇഷ്ടപ്പെട്ടിട്ട പേരാണേ. നല്ല പേര്. നമ്മ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ? എനിക്ക് നല്ല അടുപ്പമുള്ളൊരു സൗണ്ട് പോലെ. നല്ല സുന്ദരിയായിരിക്കും അല്ലേ സൗണ്ട് കേട്ടിട്ടേ? സൗണ്ട് കേട്ടറിയാ. സർ, വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരൂ, ഇന്ന് തന്നെ വരൂ. വണ്ടിയായിട്ട് ഞാൻ വരാ. വന്നാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? മണ്ടോടെ ഉണ്ടാവോ? ആ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ എന്നെ കണ്ടാ അറിയുമല്ലേ? സർ ഇങ്ങോട്ട് വന്നാ മതി. ആ, ഞാൻ വരാ. വണ്ടിയായിട്ട് ഞാൻ വരാ. എനിക്കൊന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ടേ. സൗണ്ട് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ആത്മബന്ധം പോലെ, അത് മറക്കാൻ പറ്റാത്ത പോലത്തെ. എവിടെയോ കേട്ടിട്ടുണ്ട് ഞാനിത്. ഇന്ന് തന്നെ വരും. ഞാൻ സ്ലോട്ടൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടേക്കാം. ആ, ഞാൻ ഇന്ന് തന്നെ വരാം. അതെ, ഞാൻ വേറൊരു വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ നിന്നാണ്. അയ്യോ, എന്തിനാ സാർ, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണ്ടേ? ഇല്ല, ഒഴിവാക്കി. പണ്ട് പറഞ്ഞാ പിന്നെ എനിക്ക് കൊണ്ടുവരണ്ടേ. ഇന്ന് തന്നെ കൊണ്ടുവരാ. ശരി സർ. ഓക്കെ. അമ്മ, ഇത്രയും നല്ല സർവീസ് സെന്റർ ഉള്ളപ്പോഴാണ് വെറുതെ സുധീരെ അടുത്തുകൊണ്ടുപോയി വണ്ടി ചീത്താക്കുന്നത്.